ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഡോൺ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടിങ് റേസ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ സൊലാന ബാക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പാണ്. അതുപോലെ തന്നെ ഇവരുടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം ആക്റ്റീവായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എങ്ങനെ ഇവരുടെ പോയിന്റ്സ് ഏൺ ചെയ്തും കൊണ്ട് ഇവരുടെ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആവാനായിട്ട് പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഗ്രാസിൻ്റെ ഒക്കെ എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു ഡോൺ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഒരു ഡിപിൻ പ്രൊജക്റ്റാണ്. ഡിപിൻ പ്രൊജക്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കണ്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾ ആ ഒരു വീഡിയോ കാണാം. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം $18 മില്യൺ ഫണ്ടിങ് ഇവർ ഓൾറെഡി റേസ് ചെയ്തിട്ടുണ്ട്. ഗ്രാസിൻ്റെ ഫണ്ടിങ് എനിക്ക് തോന്നുന്നു ഏകദേശം $7.5 മില്യൺ ആയിരുന്നു. അവരുടെ എയർ ഡ്രോപ്പ് ഉടനെ തന്നെ വരും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഗ്രാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടും വളരെ വലിയ ഒരു ഫണ്ടിങ് ഉള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു ഡോൺ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ ഫാം ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെ സൊലാന ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവരുടെ ട്വിറ്റർ എടുത്ത് നോക്കിയിട്ട് കാണാനായിട്ട് പറ്റും. സൊലാന ഇവരുടെ പോസ്റ്റിന് മേലെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു എയർ ഡ്രോപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഏകദേശം ഒരു 8-10 ദിവസങ്ങൾക്ക് മുന്നെയാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് മൊത്തത്തിൽ വളരെ വലിയ ബഗ്ഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പം കുഴപ്പമില്ലാണ്ട് ഇത് കാര്യങ്ങളൊക്കെ റണ്ണാവുന്നുണ്ട്. പോയിന്റ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പോയിന്റ്സ് കിട്ടുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അൺയൂസ്ഡ് ബാൻഡ്വിത്ത് അഥവാ അൺയൂസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കിവർ നമ്മൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എയർ ഡ്രോപ്പ് എങ്ങനെയുള്ള ആളുകൾ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സ്പെയർ ഫോണ് കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ഈ ഒരു ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് കണക്റ്റ് ആക്കി വെക്കാനായിട്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ചെയ്യാതിരിക്കുക. കാരണം നല്ല രീതിയിൽ ഡാറ്റയും കാര്യങ്ങളൊക്കെ പോകും. അതുപോലെ തന്നെ ഫുൾ ടൈം നമുക്ക് ഒരു ഫോണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ കണക്റ്റ് ആക്കി വെക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് തന്നെ അത്യാവശ്യം വർത്തായിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് കിട്ടും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. എങ്ങനെ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡോൺ ഇൻ്റർനെറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പം നിങ്ങൾ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കിവി ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവരുടെ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. PC ആണെങ്കിൽ ക്രോമിലോ ബ്രേവിലോ ഇഷ്ടമുള്ള ബ്രൗസറിൽ നിങ്ങൾക്ക് ഇവരുടെ എക്സ്റ്റൻഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇവരുടെ എക്സ്റ്റൻഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ആ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിലേക്ക് ആഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ ഇവിടെ നമ്മുടെ ബ്രൗസറിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ്റെ സെഷനിൽ പോയിട്ട് തുറക്കാനായിട്ട് പോവുകയാണ്. ഡോൺ വാലിഡേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ എക്സ്റ്റൻഷൻ. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് വരുന്നതിൽ നിങ്ങളിവിടെ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ലോഗിൻ അല്ല, നമ്മൾ ആദ്യമായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ രജിസ്റ്റർ എന്ന് കൊടുക്കുക. രജിസ്റ്റർ കൊടുത്തതിന് ശേഷം നമ്മുടെ പേര്, ഇമെയിൽ ID, പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ റെഫറൽ കോഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു റെഫറൽ കോഡും നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ഇമെയിൽ ID ഏതാണോ അതിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. ആ മെയിലിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് മെയിലിൽ കാണാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്പാം ഫോൾഡറും കാര്യങ്ങളൊക്കെ നോക്കുക, അവിടെയും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും എക്സ്റ്റൻഷനിലേക്ക് തിരിച്ചു വരിക. അതിനുശേഷം നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. ആ സെക്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അക്കൗണ്ട് തന്നെ ഉപയോഗിച്ചും കൊണ്ട് തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ലോഗിൻ ചെയ്യുമ്പം നമ്മുടെ എക്സ്റ്റൻഷൻ അവിടെ കണക്റ്റഡ് ആണെങ്കിൽ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണും. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റയുടെ സ്പീഡ് അനുസരിച്ച് അവിടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എത്ര പോയിന്റ്സ് അവിടെ കിട്ടിയെന്നും കാണാനായിട്ട് പറ്റും. ഇപ്പോൾ എനിക്ക് പോയിന്റ്സ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കാണുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ട്വിറ്റർ, ഡിസ്കോഡ്, അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 5000 വെച്ചിട്ട് 15000 പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ കറൻറ്റ്ലി ഞാൻ ഈ ടാസ്കുകൾ ചെയ്തു, പക്ഷേ ഇതുവരേക്കും എൻ്റെ പോയിന്റ്സും കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. സോ ലേറ്റർ അവർ അപ്ഡേറ്റ് ആവുമായിരിക്കും. ഇനി നിങ്ങൾക്ക് പോയിന്റ്സ് ഏണായി തുടങ്ങുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. എനിക്ക് ഏകദേശം ഇവിടെ ഒരു 20,000 പോയിന്റ്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ എത്രത്തോളം പോയിന്റ്സ് കൂടുതൽ ഏൺ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടാനായിട്ട് പോകുന്നത്.
അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്തായാലും ചെയ്യാം. ഞാനിത് ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ ഓൾറെഡി വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 മില്യൺ ഫണ്ടിങ് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ സൊലാന ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. സോ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എററും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത് പ്രോപ്പറായിട്ട് പല സമയത്തും വർക്ക് ചെയ്യുന്നില്ല. എനിക്കും നല്ല രീതിയിൽ എറേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കുറച്ച് സമയം ട്രൈ ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.